ഫസ്റ്റ് ടോപ്പിക്കാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിനെ അതിൻ്റെ തന്നെ സെയിം ഐഗൻ വാല്യൂസ് ഉള്ള ഒരു പുതിയ മെട്രിക്സായി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. സോ അതിൻ്റെ എക്സ്പ്രഷനാണ് എ പ്രൈം ഇസ് ഈക്വൽ ടു ബി എ ബി ഇൻവേഴ്സ്. ഇവിടെ എ പ്രൈം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ വഴി കിട്ടിയ പുതിയ മെട്രിക്സാണ്. എ എന്നാണ് പറയുന്നതാണ് ഒറിജിനൽ മെട്രിക്സ്. ബി എനി ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആൻഡ് ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സാണ്. സോ ഈ ട്രാൻസ്ഫോർമേഷൻ ഐഗൻ വാല്യൂസിനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ്ഫോർമേഷൻ വഴി കിട്ടിയ ന്യൂ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസും ഒറിജിനൽ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസും സിമിലറാണ്. അതുകൊണ്ടാണ് ഇതിന് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ എക്സ്പ്രഷൻ കമ്പൗണ്ട് ഫോമിൽ എഴുതുകയാണെങ്കിൽ എ ഐ ജെ പ്രൈം ഇസ് ഈക്വൽ ടു സം ഓവർ കെ എൽ ബി ഐ കെ എ കെ എൽ ബി ഇൻവേഴ്സ് എൽ ജെ എന്നുള്ള ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുള്ള ബി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷനെയാണ് ഓർത്തോഗണൽ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആവണമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും ട്രാൻസ്പോസും ഈക്വൽ ആവണം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. ഇനി അടുത്ത ട്രാൻസ്ഫോർമേഷനാണ് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനാണ് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. സോ അതിൻ്റെ എക്സ്പ്രഷനാണ് എ പ്രൈം ഇസ് ഈക്വൽ ടു യു എ യു ഡാഗർ. സോ ഇവിടെ നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്വയർ മെട്രിക്സിന് പകരം ആയിട്ട് ഒരു യൂണിറ്ററി മെട്രിക്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസാണ് ഇവിടെ ഉള്ളത്. യു ആണ് ഇവിടുത്തെ യൂണിറ്ററി മെട്രിക്സ്. യു ഡാഗർ ഇസ് ഈക്വൽ ടു യു ഇൻവേഴ്സ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്റ്റേഴ്സ്. സോ ഐഗൻ വാല്യൂസും ഐഗൻ വെക്റ്റേഴ്സും നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ച് പഠിക്കാനും പോപ്പുലേഷൻ ഗ്രൂപ്പിനെ അനലൈസ് ചെയ്യാനും മെട്രിക്സിൻ്റെ പവേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്റ്റേഴ്സും കണ്ടുപിടിക്കാനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ക്വയർ മെട്രിക്സ്. ലാംഡ ഒരു സ്കേലാറാണ്. ആ സ്കേലാറാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ. എക്സ് ഒരു കോളം മെട്രിക്സ് ആണ് ആൻഡ് ദാറ്റ് ഇസ് ദ ഐഗൻ വെക്റ്റർ ഓഫ് ദ സ്ക്വയർ മെട്രിക്സ് എ. ഐ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. സോ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അതിൻ്റെയാണ് നമ്മൾ ഐഗൻ വാല്യൂസും വെക്റ്റേഴ്സും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ മെട്രിക്സിനും കോളം മെട്രിക്സിനും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പുതിയ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. സോ അതിന് നമ്മൾ വൈ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. സോ ആ എക്സ്പ്രഷൻ നമുക്ക് എ എക്സ് ഈക്വൽസ് വൈ എന്ന് പറയാം. സോ ഇത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം മെട്രിക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം മെട്രിക്സായി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ ബൈ മീൻസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എ. സോ ഈ ട്രാൻസ്ഫോർമേഷനെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം മെട്രിക്സ് അതിൻ്റെ തന്നെ ഒരു സ്കേലാർ പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലൈ ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറയാം. സോ നമുക്ക് ഇക്വേഷൻ മാറ്റിയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നായിട്ട് ചേഞ്ച് ചെയ്യാം. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് എക്സ് മൈനസ് ലാംഡ ഐ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ എക്സ് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളതിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നമ്മളെത്തി. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഡ ആണ് ഇതിൻ്റെ ഐഗൻ വാല്യൂ, എക്സ് ആണ് ഐഗൻ വെക്റ്റർ. സോ ഒരു മെട്രിക്സിൻ്റെ ഓരോ ഐഗൻ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഐഗൻ വാല്യൂസിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്, പ്രോപ്പർ വാല്യൂസ്, ലേറ്റൻറ്റ് വാല്യൂസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി ഐഗൻ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസാണ്. മെയിനായിട്ട് 4 പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് അതിൻ്റെ ട്രേസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രേസ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ ഡയഗണലിലുള്ള എലമെൻറ്റ്സിൻ്റെ സമ്മിനെയാണ്. അപ്പോൾ ഡയഗണലിലുള്ള എലമെൻറ്റ്സിൻ്റെ സമ്മും ആ മെട്രിക്സിൻ്റെ തന്നെ ഐഗൻ വാല്യൂസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിറ്റർമിനൻറ്റിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇഫ് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രിക്സിൻ്റെ
ഐഗൺ വാല്യൂസ് λ1, λ2, λ3 എക്സെട്ര λn ആണെന്ന് സപ്പോസ് ചെയ്യാം. ദെൻ കെ എയുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് k λ1, k λ2 എക്സെട്ര k λn ആയിരിക്കും. എ ഇൻവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 1/λ1, 1/λ2 എക്സെട്ര 1/λn ആയിരിക്കും. k⁻m ആണെങ്കിൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് λ1m, λ2m, λ3m എക്സെട്ര λn ആയിരിക്കും. സോ ഇത്രയാണ് ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയാറുള്ളത്. ഇനി അടുത്തത് ഐഗൺ വെക്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് യുണീക്ക് അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു മെട്രിക്സ് n/n മെട്രിക്സിൻ്റെ n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസിന് നമുക്ക് ബി λ1, λ2, λ3 എക്സെട്ര λn, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് x1, x2, x3 എക്സെട്ര xn എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഒരു മെട്രിക്സിൻ്റെ 2 or more ഐഗൺ വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് മേ ഓർ മേ നോട്ട് ഫോം ദ ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയാണ്, ഇഫ് ഒരു മെട്രിക്സിൻ്റെ 2 ഐഗൺ വെക്റ്റേഴ്സ് x1 and x2 ഇത് രണ്ടും ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് പറയാം x1 പ്രൈം ഇൻറ്റു x2 ഈസ് ഈക്വൽ ടു 0 എന്ന്. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി, അതായത് ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഐഗൺ വെക്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിസസ്. സോ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിനെ ഡയഗണൽ മെട്രിക്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് അതിന് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ബാക്കി എലമെൻറ്റ്സ് എല്ലാതും 0 ആയിരിക്കും. സോ ഡയഗണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സിനെ നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിൻ്റെ ഡയഗണലൈസ്ഡ് മെട്രിക്സ് അല്ലെങ്കിൽ സ്പെക്ട്രൽ മെട്രിക്സ് എന്ന് വിളിക്കാം. സോ ഇതും ഒരു ടൈപ്പ് ഓഫ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനാണ്. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് D = P ഇൻവേഴ്സ് AP എന്നാണ്. സോ ഇവിടെ D എന്ന് പറയുന്നതാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്ത് കിട്ടിയ മെട്രിക്സ്, അതായത് ഡയഗണലൈസ്ഡ് മെട്രിക്സ് ആണ് D. എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്തത്, അതായത് എയിൽ നിന്നാണ് ഡിയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുള്ളത്. സോ ഇവിടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള P എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ മോഡൽ മെട്രിക്സ് എന്ന് പറയും. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിൻ്റെ ഐഗൺ വെക്റ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു പുതുതായിട്ടുള്ളൊരു സ്ക്വയർ മെട്രിക്സ് ഫോം ചെയ്തതാണ് ഈ P എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഡയഗണലൈസ്ഡ് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ സ്ക്വയർ മെട്രിക്സ് എയുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. സോ ഇത്രയാണ് ടോപ്പിക്ക്. താങ്ക് യു.